വെൽക്കം ടു മൈ ചാനൽ കാവ്യാസ് ലൈഫ് ഇവൻറ്റ്സ്. ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. റീസെൻ്റ്ലി നമുക്കൊരു ബേബി ഉണ്ടായി. ഞങ്ങളുടെ സെക്കൻഡ് ബേബി. നമ്മുടെ ഡെലിവറി സ്വീഡനിലായിരുന്നു. ഡെലിവറിക്ക് നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബേബിക്ക് ഒരു പേരിടുമല്ലോ. അങ്ങനെ പേര് നമ്മൾ ഫിക്സ് ചെയ്തപ്പോഴാണ് ഇവിടെ സ്വീഡനിൽ ഒരു ന്യൂ ബോൺ ബേബിക്ക് പേര് ഫിക്സ് ചെയ്യുമ്പോഴുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തൊരു പുല്ലാപ്പാണ് ഈ ഒരു പേരിടാന്ന്. മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നേ, ബേബി ജനിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ ബേബിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ലല്ലോ. നമ്മള് ജനിച്ചു കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് പതുക്കെയല്ലേ പേര് ഡിസൈഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ 5th മന്തിന്റെ അനോമലി സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന്. അപ്പൊ നമുക്ക് പേരൊക്കെ മുന്നേ ഡിസൈഡ് ചെയ്ത് വെക്കാം. പക്ഷെ ഇതിവിടെ ഒരു മാൻഡേറ്ററി അല്ല. നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ബേബി ജനിച്ച് വിത്തിൻ 3 മന്ത്സിനുള്ളിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുന്നത് സ്കത്തവർക്കറ്റിലാണ്. സ്വീഡന്റെ ടാക്സ് ഏജൻസിയാണ് സ്കത്തവർക്കറ്റ്. സ്കത്തവർക്കറ്റിൽ നമ്മൾ ബേബിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബേബിക്ക് ഒരു പേഴ്സണൽ നമ്പർ വേണം. പേഴ്സണൽ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ സ്വീഡനിൽ വന്ന് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ഈ പേഴ്സണൽ നമ്പറും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും. 12 ഡിജിറ്റ്സ് വരുന്ന ഒരു നമ്പറാണ്. ഇപ്പൊ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും സ്കൂൾ അഡ്മിഷൻ കിട്ടാനും എന്തിനു വേണമെങ്കിലും ഇവിടെ ചെയ്യണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ നമ്പർ വേണം. അപ്പം നമ്മുടെ ബേബിയുടെ നെയിം രജിസ്റ്റർ ചെയ്യണം. ബേബിക്കും വേണം ഒരു പേഴ്സണൽ നമ്പർ. ഇവിടെ ഒരു ന്യൂ ബോൺ ബേബി ജനിച്ചു കഴിയുമ്പോൾ ഹോസ്പിറ്റൽക്കാരാണ് സ്കത്തവർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്, ഒരു ന്യൂ ബോൺ ബേബി ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ നമുക്ക് പേഴ്സണൽ നമ്പർ കിട്ടും, ബേബിയുടെ പേഴ്സണൽ നമ്പർ കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമുക്ക് പേഴ്സണൽ നമ്പർ കിട്ടിയിരുന്നു. പേഴ്സണൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ബേബിയുടെ പേര് രജിസ്റ്റർ ചെയ്യാം. സ്കത്തവർക്കറ്റിൽ നിന്ന് അവരൊരു ലെറ്റർ അയക്കും. ആ ലെറ്ററിൽ ഒരു പേപ്പർ ഫോം ഉണ്ടാവും. അതിലാണ് ബേബിയുടെ പേര് നമ്മൾ എഴുതിയിട്ട് സ്കത്തവർക്കറ്റിലേക്ക് വീണ്ടും തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് അവരവിടെ അപ്രൂവ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാം. ഇതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല. വിത്തിൻ ഒരു വീക്സിനുള്ളിൽ തന്നെ നമുക്ക് റിപ്ലൈ തരും നമ്മുടെ പേര് ആക്സെപ്റ്റബിൾ ആണോ അതോ റിജക്ട് ചെയ്തോന്ന്. ഇനി ഈ ഒരു പ്രോസസ്സ് വിത്തിൻ 3 മന്ത്സിനുള്ളിൽ ചെയ്യണം. ബേബി ഉണ്ടായിട്ട് 3 മന്ത്സിനുള്ളിൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ ഒന്ന് റിമൈൻഡർ ചെയ്യിപ്പിക്കും, ഓർമ്മിപ്പിക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനൊരു ഫൈനൊക്കെ വരും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, സ്വീഡനിൽ ഒരു നെയിമിംഗ് ലോ ഉണ്ട്. ആ നെയിമിംഗ് ലോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളൊരു ബേബിക്ക് നെയിം സെലക്ട് ചെയ്യുമ്പോൾ എന്നാൽ മാത്രമാണ് ആ നെയിം അപ്രൂവൽ ആവുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ബേബിക്ക് ഒരു നെയിം സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ആ ബേബിനെ ഒരു ഡിസ്കംഫർട്ടബിൾ ആക്കണ നെയിം ആവരുത്. ഒരു ഒഫൻസീവ് ടൈപ്പായി നെയിം, ആ കുട്ടി വലുതാകുമ്പോൾ അതിനെ ബുള്ളിങ് ചെയ്യണ പോലത്തെ ഒരു പേര്, അതൊന്നും ഇവിടെ അക്സെപ്റ്റബിൾ അല്ല, അവർ റിജക്റ്റ് ചെയ്യും. പിന്നെ നമുക്കൊരു കുട്ടീൻ്റെ ആയി കാണും ഒരു അടിപൊളി പേര് കിടന്നോട്ടെ, ഒരു വെറൈറ്റി പേര് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് മെക്ഡൊണാൾഡ്സ്, അതൊരു ബ്രാൻഡിൻ്റെ പേരല്ലേ, അതൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഇവർ ചെയ്യും, റിജക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പൊന്നു മോണാണ് അല്ലെങ്കിൽ മോളാണ്, അവൻ ഒരു കിങ് അല്ലെങ്കിൽ ക്വീൻ എന്നൊക്കെ പറഞ്ഞ പേരിട്ട് കഴിഞ്ഞാൽ അതും അവർ റിജക്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പേരും പാടില്ല. പിന്നെ ആൾക്കൂട്ടത്തിൽ അവൻ ഒന്ന് സ്പെഷ്യലായി നോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് സ്ട്രേഞ്ച് സ്പെല്ലിംഗ് ഒക്കെ വരുന്ന പേരൊക്കെ ഇടില്ലേ, അങ്ങനെ സ്ട്രേഞ്ച് സ്പെല്ലിംഗ് ഒക്കെ വരുന്ന പേരിട്ടാലും ഇവിടെ റിജക്റ്റ് ചെയ്യും. മര്യാദയ്ക്കുള്ള പേര് ഇടണം. പിന്നെ ഇവിടുത്തെ നെയിമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർനെയിം. ഫസ്റ്റ് നെയിമും സർനെയിമും മസ്റ്റാണ്. മിഡിൽ നെയിം ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. സർനെയിം സ്വീഡനിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഫസ്റ്റ് നെയിമും സർനെയിമും പണ്ട് ഒരു 90s ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സർനെയിം സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എറിക്കിൻ്റെ സണ്ണിനാണ് പേരുണ്ടെങ്കിൽ ആ സണ്ണിൻ്റെ സർനെയും എറിക്സൺ എന്നായിരിക്കും. എറിക് പ്ലസ് സൺ, എറിക്സൺ. അതുപോലെ എറിക്കിൻ്റെ ഡോട്ടറിനാണ് പേരുണ്ടെങ്കിൽ ആ ഡോട്ടറിൻ്റെ സർനെയും എറിക് ഡോട്ടർ എന്നായിരിക്കും. അടിപൊളിയല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ അങ്ങനത്തെ കുറേ പേര് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ സൺ ചേർത്തിട്ടുള്ള പേര് ഇപ്പോഴും കുറേ ഉണ്ട്. പക്ഷെ ഡോട്ടർ ചേർത്തിട്ടുള്ള പേര് ഭയങ്കര റയറാണ്. അന്നത്തെ കാലത്താണ് അത് കൂടുതലുണ്ടായിരുന്നത്, ഇന്നത്തെ കാലത്ത് കുറച്ചാണ്. പക്ഷെ സൺ ചേർത്തിട്ടുള്ള പേര് ഇവിടെ കോമൺ തന്നെയാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമായിട്ട് തോന്നിയത്, ഇവിടെ ഇനീഷ്യൽസ് ആക്സെപ്റ്റബിൾ അല്ല. ഇപ്പോൾ എൻ്റെ നെയിം ആണെങ്കിൽ കാവ്യ തിലക് എന്നാണ്, അതിൽ ഇനീഷ്യൽസ് ഇല്ല. ഇപ്പോൾ ബിജോയ് ഏട്ടൻ്റെ പേരാണെങ്കിൽ ബിജോയ് MV എന്നാണ്. ആ MV ഇനീഷ്യലാണ്, അത് ഇവിടെ അക്സെപ്റ്റബിൾ അല്ല. എക്സ്പാൻഡ് ചെയ്ത് എഴുതണം.
ആക്സെപ്റ്റബിൾ അല്ല മീൻസ് ഒരു ഫുൾ നെയിം ആയിട്ട് ആക്സെപ്റ്റബിൾ അല്ല. നമുക്കൊരു സിഗ്നേച്ചർ നെയിം അതുപോലെ ഒരു നിക് നെയിം ഒക്കെ ആയിട്ട് നമുക്കത് ഇനീഷ്യൽസ് യൂസ് ചെയ്യാം. പക്ഷെ ഒരു ഫുൾ നെയിം പറയുമ്പോൾ ബിജോയ് മൂലേക്കാടൻ വിദ്യാധരൻ തന്നെ എഴുതണം. MV ആക്സെപ്റ്റബിൾ അല്ല. ഇനീഷ്യൽസ് ആക്സെപ്റ്റബിൾ അല്ല എന്നതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ആക്സെപ്റ്റബിൾ അല്ല. പിന്നെ അങ്ങനെ നെയിമിലൊന്നും ആരും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അങ്ങനെ ഇടാറില്ല. അറ്റ് ഓഫ് ഒന്നും ആരും ഇടില്ലല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഇവിടെ ബേബിക്ക് പേര് സെലക്ട് ചെയ്യുമ്പോൾ ജെൻഡർ സ്പെസിഫിക് നെയിംസ് ആയിരിക്കണം. ആ ബേബിയുടെ പേര് കേൾക്കുമ്പോൾ ഇത് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. പേര് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കരുത് അത് ബോയ് ആയിരുന്നോ ഗേൾ ആണോ എന്ന്. നമുക്ക് അപ്പം തന്നെ കറക്റ്റായിട്ട് ഒരു ഇത് കിട്ടണം, അത് ബോയ് ആണോ ഗേൾ ആണോ എന്ന്. പക്ഷെ എന്നാലും ഇപ്പോൾ ഇവിടെ യൂണിസെക്സ് നെയിംസ് ഒക്കെ കുറച്ചൊക്കെ ആക്സെപ്റ്റബിൾ ആവുന്നുണ്ട്. നമുക്ക് അപ്രൂവലും മതി, സ്കത്തവർക്കറ്റിന്റെ സ്പെഷ്യൽ അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് യൂണിസെക്സ് നെയിംസും ഇടാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും എൻ്റെ പൊന്നി ഇത്രയും ബുദ്ധിമുട്ടാണ് ഒരു പേരിടായിരുന്നു. ആക്ച്വലി നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പേരിടാൻ. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഓൾമോസ്റ്റ് പേരും ആക്സെപ്റ്റബിൾ ആണ്. നമ്മൾ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ പേരോ അതോ കുട്ടി വലുതായി കഴിഞ്ഞിട്ട് അച്ഛനമ്മേനും ഓടിച്ചിട്ട് തള്ളണ പേരൊന്നും നമ്മൾ ഇടില്ല സാധാരണ. ഓൾമോസ്റ്റ് എല്ലാവരും ഒരുവിധം ആക്സെപ്റ്റബിൾ ആയ പേര് ഞാൻ ഇടാം. പക്ഷെ ആ ക്രൈറ്റീരിയാസ് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് അപ്രൂവൽ ആവില്ല. ഇപ്പോൾ നമ്മുടെ ബേബിക്ക് നമ്മളിട്ട പേര് നേതിക് എന്നായിരുന്നു. നേതിക് അവന്റെ ഫുൾ നെയിം നേതിക് ബിജോയ് എന്നാണ്. ബിജോയ് ഇപ്പോൾ സർനെയിമായി വരും, നേതിക് അവന്റെ ഫസ്റ്റ് നെയിമായി വരും. അപ്പൊ ഇവിടെ പാരന്റ്സിന്റെ ഇപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ സർനെയിമാണ് ബേബിയുടെ സർനെയിമായിട്ട് ആദ്യം വരിക. ഇപ്പൊ നമുക്ക് സ്കത്തവർക്കറ്റിൽ നമ്മൾ ബേബിയുടെ പേര് നേതിക് രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ നമ്മൾക്ക് കുറച്ച് സർനെയിംസ് തന്നു. ഇപ്പോൾ നേതിക് തിലക്, നേതിക് മൂലേക്കാടൻ വിദ്യാധരൻ. ഈ തിലക് എന്നത് എൻ്റെ സർനെയിമാണ്, കാവ്യ തിലക് എൻ്റെ അച്ഛൻ്റെ പേരാണ്. ബിജോയേട്ടൻ്റെ വീട്ടും പേരും അച്ഛൻ്റെ പേരാണ് മൂലേക്കാടൻ വിദ്യാധരൻ. പക്ഷെ നമ്മൾക്ക് നമ്മുടെ സർനെയിം ആ ബേബിക്ക് വരുന്നത് അത് എൻ്റെ അച്ഛൻ്റെയും ബിജോയേട്ടൻ്റെ അച്ഛൻ്റെയും പേരല്ലേ, നമുക്ക് കുട്ടിയെ അച്ഛൻ്റെ പേര് വേണം. അപ്പോൾ അവരെന്നെ ഓപ്ഷൻസ് തരും. അവർ ഒരു പേപ്പറിന്റെ ഫോം നമുക്ക് അയച്ചു തരും സ്കത്തവർക്കറ്റിൽ നിന്ന്. അപ്പോൾ അതിൽ ഈ സജഷൻസ് ഉണ്ടാവും. നമുക്ക് ഈ സജഷൻസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ കൊടുക്കാം. ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അവരുടെ ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ പേര് ഇടണമെന്ന്. അപ്പൊ നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അതിലൊരു ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള പേര് സജസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ നേതിക് ബിജോയ് എന്നാണ് കൊടുത്തത്, അത് അപ്രൂവൽ ആവുകയും ചെയ്തു, നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ എന്ന്. അല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നെയിമിംഗ് ലോ ഇല്ല. ഇപ്പൊ നമ്മുടെ പേര് തന്നെ ഒന്ന് വിചാരിച്ചു നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ പേര്? രമ്യ TS എന്നായിരിക്കും, അല്ലെങ്കിൽ സനൽ RS എന്നായിരിക്കും അല്ലേ? ഇപ്പൊ നമ്മുടെ പേരിന്റെ കൂടെ ഇനീഷ്യൽ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇനീഷ്യൽ ആക്സെപ്റ്റബിൾ അല്ല. ചില ആൾക്കാർക്ക് സിംഗിൾ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ സർനെയും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇവിടെ മാൻഡേറ്ററി ആണ്, ഇട്ടേ പറ്റൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇനീഷ്യലൊന്നും ആക്സെപ്റ്റബിൾ അല്ലാന്ന് നമ്മൾ വിചാരിക്കണ പോലും ഇല്ലല്ലോ. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കും നെയിമിന്റെ കൂടെ ഇനീഷ്യൽസ് ആണ് കൂടുതൽ. പാസ്പോർട്ടിൽ മാത്രമാണ് അത് എക്സ്പാൻഡ് ചെയ്ത് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞങ്ങൾ ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോയപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അത് ഷെയർ ചെയ്തതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്